എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ യമധർമ്മൻ യുധിഷ്ഠിരനെ പരീക്ഷിക്കുന്നതും തുടർന്ന് അദ്ദേഹം പാണ്ഡവരെ അനുഗ്രഹിച്ച് മടങ്ങുന്നതും വരെയാണ് നമ്മൾ കേട്ടത്. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ കേട്ടത് നമുക്ക് ഇനി അല്പം ആഴത്തിൽ വിശകലനം ചെയ്യാം. കഥകളിലൂടെ നമ്മളറിഞ്ഞ പാണ്ഡവർ 5 സഹോദരന്മാരാണെങ്കിലും അവരെ വേണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ഉള്ളിലായി തന്നെ കുടികൊള്ളുന്ന 5 ഭാവങ്ങളായും കണക്കാക്കാവുന്നതാണ്. അറിവും പക്വതയും നേടിയെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലായി തന്നെ നമുക്ക് നകുല സഹദേവന്മാരിൽ നിന്നും യുധിഷ്ഠിരനിലേക്കുള്ള പ്രയാണം കാണുവാൻ കഴിയുന്നു. നകുല സഹദേവന്മാർക്ക് കുട്ടിത്തമാണ്. അവർ ചെറുപ്പത്തെയും യുവത്വത്തിൻ്റെ ഉന്മേഷത്തെയും വരും വരായികകളെ നോക്കാതെയുള്ള പ്രവർത്തികളെയും സൂചിപ്പിക്കുന്നു. അർജുനൻ സൂചിപ്പിക്കുന്നത് അളവിൽ കവിഞ്ഞ ആത്മവിശ്വാസത്തെയും അഹങ്കാരത്തെയും അമിതാവേശത്തെയുമാണ്. ഭീമൻ പ്രതിനിധാനം ചെയ്യുന്നത് ചിന്തകളില്ലാത്ത പ്രവൃത്തികളെയാണ്. ഭീമൻ എന്നാൽ ക്രോധവും പിടിച്ചുകെട്ടുവാൻ സാധിക്കാത്ത ബലത്തെയും ശക്തിയെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. യുധിഷ്ഠിരൻ പ്രതിനിധാനം ചെയ്യുന്നത് ബുദ്ധിയെയും വിവേകത്തെയുമാണ്, ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ ആദ്യം ഒരുവനിലെ നകുല സഹദേവന്മാർ അതിന് വേണ്ട ഗൗരവം കൽപ്പിക്കാതെ ആ പ്രശ്നത്തെ സമീപിക്കും, പരാജയപ്പെടും. നകുല സഹദേവന്മാർ പരാജയപ്പെടുമ്പോൾ പുറത്തു വരിക അഹങ്കാരിയായ, തൻ്റെ കഴിവിൽ അതിയായ ആത്മവിശ്വാസമുള്ള അർജുനനായിരിക്കും. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ എടുത്തു ചാടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അർജുനനും തോൽക്കുമ്പോൾ പുറത്തു വരുന്നവനാണ് ഭീമസേനൻ. അനിയന്ത്രിതമായ കോപവും ബലത്തിനും പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോഴാണ് വിവേകമാവുന്ന യുധിഷ്ഠിരൻ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലായി ജന്മമെടുക്കുന്നത്. യുധിഷ്ഠിരൻ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു. അതിനു വേണ്ട പ്രതിവിധി ക്ഷമയോടെ ചിന്തിച്ച് കണ്ടെത്തി ആ പ്രശ്നത്തെ പരിഹരിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടത്. ധർമ്മബോധമുള്ള ബുദ്ധിയും വിവേകവുമുള്ള യുധിഷ്ഠിരൻ ഇല്ലാതെ ബലമാകുന്ന ഭീമനോ കഴിവാകുന്ന അർജുനനോ കാര്യമായി ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആറ്റം ബോംബിൽ നിയന്ത്രണമില്ലാതെ നടക്കുന്ന അണുവിസ്ഫോടനം സർവനാശമാണ് വരുത്തിവെക്കുന്നത്. എന്നാൽ അതേ അണുവിസ്ഫോടനം തന്നെ നിയന്ത്രിച്ച് അറ്റോമിക് റിയാക്ടറുകളിൽ നടത്തുമ്പോൾ അത് പ്രൊഡക്റ്റീവായ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ആ ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നു. ഭീമാർജുനന്മാർക്ക് സർവനാശം സൃഷ്ടിക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. എന്നാൽ അവരെ നിയന്ത്രിച്ച് അവരിലെ കഴിവിനെയും ബലത്തെയും ലോക നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ വിവേകമാവുന്ന യുധിഷ്ഠിരൻ അവരോടൊപ്പം വേണം. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലായുള്ള ഭീമാർജുനന്മാരെ നിയന്ത്രിക്കുന്ന യുധിഷ്ഠിരനാണ് നമ്മുടെ ബുദ്ധി. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മഹാഭാരതം വീഡിയോയിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം നടക്കുകയാണ് ഇപ്പോൾ. ഏപ്രിൽ 12-ന് ആരംഭിച്ച ഉത്സവം 21-ന് ആറാട്ടോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഈ സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടമായ കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവരുടെ മനോഹരമായ തടിയിൽ തീർത്ത രൂപങ്ങൾ നമുക്ക് പൈങ്കുനി ഉത്സവത്തിൻ്റെ ഭാഗമായി കാണുവാൻ കഴിയുന്നു. നമുക്ക് ഇനി മഹാഭാരതത്തിലേക്ക് തിരിച്ചു പോകാം. കർണൻ്റെ കീർത്തി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ദിഗ്വിജയിയായ കർണൻ എന്ന കീർത്തിക്കും 1000 മടങ്ങ് കൂടുതലായി പരന്നത് ദാനശീലനായ കർണൻ എന്ന ഖ്യാതിയായിരുന്നു. കർണൻ്റെ മുൻപിലായി എത്തുന്ന ആരും തന്നെ വെറും കൈയോടെ മടങ്ങിപ്പോവുകയില്ല എന്ന വാർത്ത എങ്ങും പരന്നു. ഓരോ ദിവസവും കർണൻ്റെ കൊട്ടാരത്തിന് മുന്നിലായി വലിയ ജനാവലി രൂപപ്പെട്ടു. കർണനിൽ നിന്നും ദാനം സ്വീകരിക്കുവാനായി നാനാദേശങ്ങളിൽ നിന്നും പാവപ്പെട്ടവരും അശരണരായവരും ഹസ്തിനപുരിയിലേക്ക് ഒഴുകി. കർണൻ യാതൊന്നും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ തൻ്റെ മുന്നിലായി എത്തുന്നവർക്കെല്ലാം ദാനം നൽകി സന്തോഷത്തോടെ തിരിച്ചയച്ചു. അജയനായ വില്ലാളി വീരനായ ജന്മന അഭേദ്യമായ കവച കുണ്ടലങ്ങളോട് ജനിച്ച സ്വർണ്ണ താമര പോലെ സുന്ദരനായ കർണൻ്റെ ദാനശീലങ്ങളെക്കുറിച്ചുള്ള വാർത്ത സ്വർഗലോകത്ത് വരെ എത്തി. അത് ദേവേന്ദ്രൻ്റെ കാതുകളിലും എത്തി. കവച കുണ്ടലങ്ങളോട് കൂടിയ കർണൻ അജയനാണ്. ആർക്കും തന്നെ കവച കുണ്ടലങ്ങളോട് കൂടിയ ആ വീരനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. നേരായ മാർഗത്തിൽ വധിക്കുവാൻ കഴിയുകയുമില്ല. മറ്റാരെക്കാളും നന്നായി ദേവേന്ദ്രന് അത് അറിയാമായിരുന്നു. തൻ്റെ മകനായ അർജുനന് ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് കർണൻ മാത്രമാണ് എന്നും അർജുനന് പോലും കവച കുണ്ടലങ്ങളോട് കൂടി നിൽക്കുന്ന കർണനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ കഴിയുകയില്ലെന്നും അറിയാമായിരുന്ന ദേവേന്ദ്രൻ കർണൻ്റെ ദാനശീലത്തെ മുതലെടുക്കാം എന്ന് മനസ്സിൽ കണക്കുകൂട്ടി. ഭൂതവും ഭാവിയും വർത്തമാനവും മനസ്സിലാക്കുവാൻ കഴിവുണ്ടായിരുന്ന ദേവേന്ദ്രന് ഭാവിയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അർജുനന് കർണനെ തോൽപ്പിക്കണമെങ്കിൽ കർണൻ്റെ ശക്തി സ്രോതസ്സുകളായ കവച കുണ്ടലങ്ങൾ ഇല്ലാതെയാവണം എന്ന് ദേവേന്ദ്രന് അറിയാമായിരുന്നു.
അങ്ങനെയിരിക്കെ ഒരു നാൾ കർണന്റെ ഭാര്യയായ വൃഷാലി രാവിലെ ഉറക്കമുണർന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് എന്തോ ആലോചിച്ച് വളരെ ഗൗരവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കർണനെയാണ്. വൃഷാലി കുറച്ചുനേരം ആ നടത്തം ശ്രദ്ധിച്ചു. കർണനെ എന്തോ കാര്യം അലട്ടുന്നതായി വൃഷാലിക്ക് മനസ്സിലായി. അതിരാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത്രമാത്രം അലട്ടുവാൻ എന്താണ് സംഭവിച്ചത് എന്ന ആകാംക്ഷയോടെ വൃഷാലി ചോദിച്ചു, പ്രഭോ, അങ്ങ് എന്തിനെപ്പറ്റിയാണ് ഇത്രയും ഗാഢമായി ആലോചിക്കുന്നത്? എന്താണ് അങ്ങയെ ഇത്രയും അലട്ടുന്ന വിഷയം? എന്നും രാവിലെ എഴുന്നേറ്റ് ഗംഗാതീരത്ത് പോയി ഉദിച്ചുയരുന്ന സൂര്യദേവനെ പ്രണമിക്കുന്ന അങ്ങയുടെ ജീവിതചര്യയ്ക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത്? കർണൻ വൃഷാലിയോട് പറഞ്ഞു. നീ പറഞ്ഞത് സത്യം തന്നെയാണ് വൃഷാലി. ഒരു വിഷയം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ എത്ര ആലോചിച്ചിട്ടും എന്നെ അലട്ടുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. വൃഷാലി ചോദിച്ചു, എന്താണ് അങ്ങയെ അസ്വസ്ഥനാക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞാലും. കർണൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു അദ്ഭുത സ്വപ്നം കണ്ടു വൃഷാലി. ഞാൻ എൻ്റെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന, ആദരിക്കുന്ന സാക്ഷാൽ സൂര്യദേവനെ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ സൂര്യദേവനുമായി സംസാരിച്ചു. വൃഷാലി പറഞ്ഞു, എന്തൊരു മഹാഭാഗ്യമാണ് അത് പ്രഭോ. സൂര്യദേവൻ സ്വപ്നത്തിൽ ദർശനം നൽകുക, സംസാരിക്കുക എന്നെല്ലാം പറയുന്നത് എന്തൊരു ഭാഗ്യമാണ്. അങ്ങ് ധന്യനാണ്. സൂര്യദേവൻ്റെ പരമഭക്തനായ അങ്ങയ്ക്ക് ഇതിൽ കവിഞ്ഞ് എന്ത് അനുഗ്രഹമാണ് ഇനി ലഭിക്കേണ്ടത്? സൂര്യദേവനെ സ്വപ്നത്തിൽ കണ്ടത് നല്ല കാര്യമല്ലേ പ്രഭോ? അതിന് എന്തിനാണ് അങ്ങ് അസ്വസ്ഥനാവുന്നത്? കർണൻ പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെയാണ് വൃഷാലി. സൂര്യദേവൻ്റെ ദർശനം ലഭിച്ചത് മഹാപുണ്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹം എൻ്റെ സ്വപ്നത്തിൽ വന്നത് എന്നോട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയുവാനായിരുന്നു വൃഷാലി. എനിക്ക് ഒരു മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയായിരുന്നു സൂര്യദേവൻ എൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. വൃഷാലി അക്ഷമയോടെ ചോദിച്ചു, മുന്നറിയിപ്പോ? എന്തിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്? കർണൻ പറഞ്ഞു, നാളെ സാക്ഷാൽ ദേവേന്ദ്രൻ യാചകനായി എൻ്റെ മുന്നിലെത്തുമെന്നും അദ്ദേഹം ദാനമായി ആവശ്യപ്പെടുവാൻ പോകുന്നത് എൻ്റെ കവചകുണ്ടലങ്ങൾ ആയിരിക്കുമെന്നും സൂര്യദേവൻ എന്നോട് പറഞ്ഞു വൃഷാലി. ദേവേന്ദ്രൻ കവചകുണ്ടലങ്ങൾ എന്നോട് ദാനമായി ആവശ്യപ്പെടുന്നത് അർജുനന് വേണ്ടിയായിരിക്കുമെന്നും ഒരു കാരണവശാലും കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രന് ദാനമായി നൽകരുതെന്നും സൂര്യദേവൻ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു. കവചകുണ്ടലങ്ങൾ എൻ്റെ ശക്തി സ്രോതസ്സുകൾ ആണെന്നും അവ ദേവേന്ദ്രന് ദാനമായി നൽകിയാൽ അത് എൻ്റെ നാശത്തിലായിരിക്കും കലാശിക്കുക എന്നും സൂര്യദേവൻ എനിക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് കേട്ട് വൃഷാലി ഞെട്ടിത്തരിച്ചുപോയി. വൃഷാലി പറഞ്ഞു, ഒരു കാരണവശാലും കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യരുത് പ്രഭോ. സൂര്യദേവന് അങ്ങ് അത്രയും പ്രിയപ്പെട്ടവൻ ആയതിനാലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുവാനായി താങ്കളുടെ സ്വപ്നത്തിൽ വന്നത്. കവചകുണ്ടലങ്ങൾ ദാനമായി നൽകുന്നതിലൂടെ അങ്ങയുടെ ശക്തി ക്ഷയിക്കുമെന്നും അർജുനൻ കൂടുതൽ ശക്തനാകുമെന്നും അറിയാവുന്നതിനാലാണ് അങ്ങയ്ക്ക് സൂര്യദേവൻ മുന്നറിയിപ്പ് നൽകിയത് പ്രഭോ. കർണൻ പറഞ്ഞു, ഇത് തന്നെയാണ് സൂര്യദേവനും എന്നോട് പറഞ്ഞത് വൃഷാലി. എന്നാൽ കർണൻ വീരനാകുന്നത് കവചകുണ്ടലങ്ങൾ ഒന്ന് ഉള്ളതുകൊണ്ട് മാത്രമല്ല. അങ്ങനെയാണ് ഈ ലോകം കരുതുന്നതെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യവും കർണന് വേണ്ട. വൃഷാലി പറഞ്ഞു, രാജൻ, അങ്ങ് ദയവ് ചെയ്ത് സൂര്യദേവന്റെ വാക്കുകൾ അനുസരിച്ചാലും അങ്ങ് എന്ത് മറുപടിയാണ് സ്വപ്നത്തിൽ സൂര്യദേവന് നൽകിയത്? കർണൻ പറഞ്ഞു, എൻ്റെ മറുപടി നിനക്ക് ഇഷ്ടമാവുകയില്ല വൃഷാലി. വൃഷാലി പറഞ്ഞു, എൻ്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു പ്രഭോ. അങ്ങ് എന്തുത്തരമാണ് സൂര്യദേവന് നൽകിയത് എന്ന് പറഞ്ഞാലും. കർണൻ പറഞ്ഞു, സൂര്യദേവനെ വന്ദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിച്ചാലും ദേവ. അങ്ങ് എനിക്ക് എൻ്റെ സർവസ്വം തന്നെയാണ്. എന്നാലും എനിക്ക് അങ്ങയുടെ നിർദ്ദേശം അനുസരിക്കുവാൻ കഴിയുകയില്ല. ദേവേന്ദ്രൻ യാചകനായി എൻ്റെ മുന്നിൽ നേരിട്ട് വന്ന് എൻ്റെ കവചകുണ്ടലങ്ങൾ ദാനമായി യാചിക്കുകയാണെങ്കിൽ ആ യാചകന് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് യോജിച്ച തരത്തിൽ ഞാൻ എൻ്റെ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകുക തന്നെ ചെയ്യും. കർണൻ്റെ വാക്കുകൾ ഉരുകിയ ലോഹം പോലെ വൃഷാലിയുടെ കാതുകളിലേക്ക് പതിച്ചു. വൃഷാലി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രഭോ ഈ ദാനം? എന്തിനു വേണ്ടി? മരണവുമായി ഇങ്ങനെ ഒരു ചൂതുകളിക്ക് അങ്ങ് ഒരുങ്ങുന്നത് എന്തിനാണ്? കർണൻ പറഞ്ഞു, നിനക്ക് അത് മനസ്സിലാവുകയില്ല വൃഷാലി. നിനക്കെന്നല്ല ആർക്കും തന്നെ മനസ്സിലാവണമെന്നില്ല. ഈ ദാനം കീർത്തിക്ക് വേണ്ടി മാത്രമാണ്. മരണത്തിന് അതീതമായ കീർത്തിക്ക് വേണ്ടി മാത്രം. വൃഷാലി പറഞ്ഞു, കീർത്തി? കീർത്തി? എന്ത് കീർത്തിയാണ് അങ്ങയ്ക്കിനി വേണ്ടത്? ഇപ്പോൾ അങ്ങയ്ക്കുള്ള കീർത്തി കുറവാണോ പ്രഭോ? ഒരു മനുഷ്യജന്മം കൊണ്ട് ഒരുവന് നേടിയെടുക്കുവാൻ കഴിയുന്ന കീർത്തിയെല്ലാം അങ്ങ് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് കീർത്തിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? കർണൻ ശാന്തനായി പറഞ്ഞു, സ്വർഗത്തിന് അധിപതിയായ ദേവന്മാരുടെ രാജാവായ സാക്ഷാൽ ദേവേന്ദ്രൻ ദാനത്തിനായി കൈകൾ നീട്ടി എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ
അദ്ദേഹം ദാനമായി ആവശ്യപ്പെടുന്നത് നൽകിയവനാണ് കർണൻ എന്ന കീർത്തി സമ്പാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വൃഷാലി, നാളെ സ്വർഗം ഭൂമിയിൽ ഭിക്ഷയാചിച്ച് വരുന്ന സുദിനമാണ്. ആ ഭാഗ്യത്തിനായി കവചകുണ്ടലങ്ങളല്ല, പ്രാണൻ പോലും ദാനമായി നൽകുവാൻ ഞാൻ ഒരുക്കമാണ്. കീർത്തിയാണ് സർവസ്വം വൃഷാലി. വൃക്ഷങ്ങളും പുൽക്കൊടികളും പക്ഷി മൃഗാദികളും ജീവിച്ചു മരിക്കുന്നു. ആരും അവയെ ഓർക്കുന്നില്ല. മനുഷ്യൻ അങ്ങനെയല്ല. അവന് സ്വന്തം പ്രവർത്തികളിലൂടെ കീർത്തി നേടിയെടുക്കുവാൻ കഴിയുന്നു. കീർത്തിയില്ലാത്ത മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതും മരണപ്പെടുന്നതും ഒരുപോലെ തന്നെയാണ്. മനുഷ്യന് മരണത്തിന് ശേഷം പുതുജീവൻ നൽകുന്ന അമൃത് ആണ് കീർത്തി. എൻ്റെ പേര് എന്നും അനശ്വരമായി നിലകൊള്ളണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വൃഷാലി. സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ധനം സമ്പാദിച്ചും അവസാനം വാർദ്ധക്യത്തിൽ മരിക്കുന്നതും അല്ല എന്നെ സംബന്ധിച്ച് ജീവിതം. കീർത്തിയാണ് എനിക്ക് ജീവിത ലക്ഷ്യം. ആരുടെ വിയോഗത്തിലാണോ ഈ ലോകം കരയുന്നത് അവനാണ് കീർത്തിമാൻ. അവരാണ് യഥാർത്ഥ അർത്ഥത്തിൽ ജീവിച്ചു മരിച്ചവർ. എൻ്റെ ഉത്തരം കേട്ട് സൂര്യദേവൻ എന്നോട് ചോദിച്ചു, നീ ജീവനാണോ കീർത്തിയാണോ ആഗ്രഹിക്കുന്നത് എന്ന്. കീർത്തി എന്നാണ് ഞാൻ ഉത്തരം നൽകിയത് വൃഷാലി. കീർത്തിയെ കളങ്കപ്പെടുത്തുന്ന ജീവിതം എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. ഹൃദയം പൊടിയുന്ന വേദനയോടെ വൃഷാലി പറഞ്ഞു, അങ്ങ് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമാണ്. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ ആധാരമാണ്. എനിക്ക് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല പ്രഭു. കീർത്തിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെയെല്ലാം ദുഃഖത്തിൽ മുക്കി താഴ്ത്തുവാനാണോ അങ്ങ് മുതിരുന്നത്? കർണൻ പറഞ്ഞു, കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യുമ്പോൾ കർണൻ മരണപ്പെടുന്നുവെന്ന് നീ വിചാരിക്കുന്നത് എന്തിനാണ് വൃഷാലി? കവചകുണ്ടലങ്ങൾ ഉള്ളതുകൊണ്ട് കർണൻ ആയവൻ അല്ല ഞാൻ. അവയില്ലാതെയും ഞാൻ തന്നെയാണ്. ജന്മനാ ലഭിച്ച ഈ കവചകുണ്ടലങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കർണൻ അജയൻ ആയത് എന്ന് ആരും പറയരുത്. കവചകുണ്ടലങ്ങളുടെ സംരക്ഷണത്തിന് പിന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീരൻ എന്ന പേര് നേടിയെടുത്തത് എന്ന് ആരും പറയുവാൻ ഇടയാവരുത്. ഈ കവചകുണ്ടലങ്ങൾ ഉള്ളതിനാലാണ് കർണന് അർജുനനെ വധിക്കുവാൻ കഴിഞ്ഞത് എന്ന് ഭാവിയിൽ ആരും പറയുവാൻ പാടില്ല വൃഷാലി. കവചകുണ്ടലങ്ങൾ ഉള്ളതിനാൽ എനിക്ക് കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യവും എനിക്ക് വേണ്ട. അവയില്ലാതെയും ഞാൻ കർണൻ തന്നെയാണ്. ദേവേന്ദ്രൻ യാചകനായി വന്ന് കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് നൽകാതിരുന്നാൽ അതിലും വലിയ മാനഹാനിയും അപമാനവും എനിക്ക് ലഭിക്കുവാനില്ല. ലോകം എൻ്റെ ദാനശീലത്തെ പുച്ഛിക്കും. പൊള്ളയായ ദാനശീലമാണ് എൻ്റേത് എന്ന് നാളെ ഈ ലോകം പറയും. മരണത്തെ ഭയന്ന് ദാനം നൽകുന്നതിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടിയവനാണ് കർണൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിലും വലിയ അപമാനം മറ്റെന്തുണ്ട് എനിക്ക് വൃഷാലി? അർജുനന്റെ കഴിവിൽ വിശ്വാസമില്ലാതെ കവചകുണ്ടലങ്ങൾ കർണനിൽ നിന്നും ഭിക്ഷയായി വാങ്ങുവാനായി ദേവേന്ദ്രൻ വരുന്നുണ്ടെങ്കിൽ അതല്ലേ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം? കർണന്റെ കഴിവിൽ ദേവേന്ദ്രൻ അസ്വസ്ഥനാണെന്നും അർജുനൻ കർണന് ഒത്ത എതിരാളി അല്ലെന്ന് ദേവേന്ദ്രൻ കരുതുന്നു എന്നുമല്ലേ അതിൻ്റെ അർത്ഥം? അർജുനന് വേണ്ടി ദേവേന്ദ്രൻ എൻ്റെ മുന്നിൽ ഭിക്ഷയാചിച്ച് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെ അലട്ടുന്ന കാര്യം മറ്റൊന്നാണ്. കരഞ്ഞുകൊണ്ട് വൃഷാലി ചോദിച്ചു, സ്വന്തം കവചകുണ്ടലങ്ങളെ ദാനം നൽകുന്നതല്ല അങ്ങയെ അലട്ടുന്ന വിഷയമെങ്കിൽ പിന്നെ എന്താണ് അങ്ങയെ അലട്ടുന്നത്? കർണൻ പറഞ്ഞു, ദേവരാജനായ ഇന്ദ്രൻ അഭേദ്യമായ കവചവും എൻ്റെ കുണ്ടലങ്ങളും ദാനമായി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് എങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തും എന്ന് എനിക്കറിയില്ല വൃഷാലി. അതിനെക്കുറിച്ചാണ് ഞാൻ സ്വപ്നം കണ്ട് എണീറ്റത് മുതൽ ആലോചിക്കുന്നത്. ഉത്തരം കിട്ടുന്നില്ല. ഈ കവചകുണ്ടലങ്ങൾ ജന്മന എനിക്ക് ലഭിച്ചവയാണ്. അവ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവ എപ്രകാരം വേർപെടുത്തുവാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനാൽ ഞാൻ അസ്വസ്ഥനാണ്. അഭേദ്യമായ ഈ കവചകുണ്ടലങ്ങളിൽ ഏത് ആയുധം പ്രയോഗിക്കണമെന്നോ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നും അവ വേർപെടുത്തുവാൻ കഴിയുമെന്നോ എനിക്ക് അറിയുകയില്ല. വൃഷാലി തലകുനിച്ചിരുന്നു, ഒന്നും പറയുവാൻ സാധിക്കാതെ. അവൾ അശക്തയാണ്. കർണൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം തന്നെ പിളർന്നാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പതിയെ അവൾ ആ സത്യത്തെ സ്വീകരിച്ചു. കർണൻ തൻ്റെ കവചകുണ്ടലങ്ങളെ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൂര്യദേവൻ പറഞ്ഞിട്ടും കേൾക്കാത്ത കർണനാണോ തൻ്റെ കണ്ണീര് കണ്ട് തീരുമാനം മാറ്റുവാൻ പോകുന്നത്? അവൾ മിണ്ടാതെയിരുന്നു. കർണൻ തുടർന്നു, സൂര്യദേവൻ അവസാനമായി എന്നോട് ഒരു കാര്യം പറഞ്ഞു. കവചകുണ്ടലങ്ങൾ ദാനമായി നൽകുവാൻ തീരുമാനിച്ചുവെങ്കിൽ നീ എനിക്ക് ഒരു വാക്ക് നൽകണം കർണ. ദേവേന്ദ്രനിൽ നിന്നും നീ പകരമായി ശക്തി എന്ന ആയുധം കൈക്കലാക്കണം. ഇത്രയും പറഞ്ഞാണ് സൂര്യദേവൻ അപ്രത്യക്ഷനായത്. വൃഷാലി തലതാഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്നു. പതിവ് പോലെ അന്നും കർണന്റെ കൊട്ടാരത്തിന് മുന്നിലായി യാചകരുടെ വലിയ നിര രൂപപ്പെട്ടു. കർണൻ യാചകർക്ക് ദാനം നൽകിക്കൊണ്ടിരുന്നു. കർണന്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിൽ ദേവേന്ദ്രനെ തിരഞ്ഞു.
അപ്പോൾ മെലിഞ്ഞ ഒരു ബ്രാഹ്മണൻ കർണന്റെ കൊട്ടാരത്തിന്റെ മുഖ്യ കവാടത്തിലൂടെ അകത്തേക്ക് കയറി. ആ ബ്രാഹ്മണൻ ഉറക്കെ പറഞ്ഞു, ഭിക്ഷാം ദേഹി കർണ, ഭിക്ഷാം ദേഹി. തൽക്കാലം മഹാഭാരതത്തിന്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാനും ശ്രമിക്കുക. നന്ദി.